ജീവിതത്തിൽ ഭയത്തെയും പേടിയെയും നേരിടാൻ തയ്യാറെടുക്കുന്ന നിങ്ങളോട് നമ്മളിൽ പലരെയും തളച്ചിടുന്നത് പുറത്തുള്ള ശത്രുക്കളല്ല, മറിച്ച് നമ്മുടെ ഉള്ളിലെ പേടിയാണ്. ഈ ഭയത്തെ എങ്ങനെയൊക്കെ അതിജീവിക്കാം എന്ന് നോക്കാം. ഭയത്തെ തിരിച്ചറിയുക. നമ്മൾ എന്തിനെയാണോ കൂടുതൽ പേടിക്കുന്നത്, അത് നമ്മളെ കൂടുതൽ വേട്ടയാടിക്കൊണ്ടിരിക്കും. ഇരുട്ടിനെ പേടിയുള്ളവൻ വെളിച്ചത്തിലേക്ക് ഓടുകയല്ല വേണ്ടത്, മറിച്ച് ആ ഇരുട്ടിലേക്ക് ഒരു ടോർച്ച് അടിച്ചു നോക്കുകയാണ് വേണ്ടത്. നിങ്ങളുടെ ഭയം എന്തിനെക്കുറിച്ചാണെന്ന് ഒരു പേപ്പറിൽ എഴുതി വെക്കുക. അത് സാമ്പത്തികമാണോ, പരാജയമാണോ, അതോ മറ്റുള്ളവർ എന്തു വിചാരിക്കും എന്നതാണോ? പ്രശ്നം കൃത്യമായി തിരിച്ചറിഞ്ഞാൽ പകുതി പരിഹാരമായി. എന്ത് സംഭവിക്കും എന്ന് ചോദിക്കുക. ഏറ്റവും മോശമായ അവസ്ഥയിൽ എന്ത് സംഭവിക്കും എന്ന് ചിന്തിച്ചു നോക്കൂ. മിക്കപ്പോഴും നമ്മൾ പേടിക്കുന്ന അത്ര വലിയ കാര്യങ്ങൾ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്നതാണ് സത്യം. പരാജയപ്പെട്ടാൽ വീണ്ടും ശ്രമിക്കാം. പക്ഷേ പേടിച്ച് ഒന്നും ചെയ്യാതിരുന്നാൽ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയമായിരിക്കും. ചെറിയ ചുവടുകൾ വെക്കുക. ഒറ്റയടിക്ക് വലിയ കാര്യങ്ങൾ ചെയ്ത് ലോകം കീഴടക്കാം എന്ന് കരുതരുത്. ഓരോ ദിവസവും നിങ്ങൾക്ക് പേടിയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്തു തുടങ്ങുക. ഉദാഹരണത്തിന്, ഒരാളോട് സംസാരിക്കാൻ പേടിയാണെങ്കിൽ ഇന്ന് വെറുതെ ഒന്ന് പുഞ്ചിരിക്കുക. നാളെ ഒരു ഹലോ പറയുക. ഈ ചെറിയ വിജയങ്ങൾ നിങ്ങളുടെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കും. ഇന്നിൽ ജീവിക്കുക. ഭയം എപ്പോഴും ഭാവിയിലാണ്. നാളെ എന്ത് സംഭവിക്കും എന്ന ചിന്തയാണ് പേടിയുണ്ടാക്കുന്നത്. എന്നാൽ നമ്മുടെ നിയന്ത്രണത്തിലുള്ളത് ഇന്ന് മാത്രമാണ്. ഇന്നത്തെ ജോലി കൃത്യമായി ചെയ്യുക. ഇന്നത്തെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. പ്ലാനിംഗ് വേണം, പക്ഷേ ആ പ്ലാനിനെ പേടിയാക്കി മാറ്റരുത്. പോസിറ്റീവ് സെൽഫ് ടോക്ക്. എനിക്ക് കഴിയില്ല, ഞാൻ തോറ്റുപോവും എന്നൊക്കെ സ്വന്തം മനസ്സിനോട് പറയുന്നത് നിർത്തുക. പകരം എനിക്ക് ഇത് ചെയ്യാൻ പറ്റും, തോറ്റാലും ഞാൻ പഠിക്കും എന്ന് ഉറക്കെ പറയുക. നിങ്ങളുടെ മനസ്സ് ഒരു വലിയ ശക്തിയാണ്. അതിനെ പോസിറ്റീവ് ചിന്തകൾ കൊണ്ട് നിറയ്ക്കുക. ശാരീരികമായ മാറ്റങ്ങൾ. ഭയം തോന്നുമ്പോൾ ദീർഘമായി ശ്വാസമെടുക്കുക. ഇത് നിങ്ങളുടെ നാഡീവ്യൂഹത്തെ ശാന്തമാക്കും. കൃത്യമായ വ്യായാമവും നല്ല ഉറക്കവും മനസ്സിന് ധൈര്യം നൽകാൻ സഹായിക്കും. പരാജയത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മാറ്റുക. നമ്മളിൽ പലരും പേടിക്കുന്നത് തോൽവിയെ ആണ്. എന്നാൽ തോൽവി എന്നത് വിജയത്തിന്റെ വിപരീത പദമല്ല, മറിച്ച് വിജയത്തിലേക്കുള്ള യാത്രയിലെ ഒരു പാഠം മാത്രമാണ്. ലോകത്തിലെ വലിയ സംരംഭകരും വിജയികളും ആയിരക്കണക്കിന് തവണ പരാജയപ്പെട്ടവരാണ്. തോൽവി എന്നാൽ എനിക്ക് കഴിയില്ല എന്നല്ല, മറിച്ച് ഈ വഴി ശരിയല്ല, മറ്റൊരു വഴി നോക്കണം എന്നാണ് അർത്ഥം. അറിവ് വർദ്ധിപ്പിക്കുക. നമ്മൾ പലപ്പോഴും പേടിക്കുന്നത് നമുക്ക് അറിയാത്ത കാര്യങ്ങളെയാണ്. ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ പുതിയൊരു സാങ്കേതികവിദ്യ പഠിക്കാനോ പേടി തോന്നുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുക. കൃത്യമായ അറിവുണ്ടെങ്കിൽ ഭയം താനെ ഇല്ലാതാകും. അജ്ഞതയാണ് ഭയത്തിന്റെ ഏറ്റവും വലിയ വളം. 3. മനസ്സിനെ ട്രെയിൻ ചെയ്യുക. ഓരോ ദിവസവും രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് പേടിയുള്ള കാര്യങ്ങൾ വളരെ ധൈര്യത്തോടെ ചെയ്യുന്നതായി മനക്കണ്ണിൽ കാണുക. നിങ്ങൾ ഒരു വേദിയിൽ സംസാരിക്കുന്നു, അല്ലെങ്കിൽ ഒരു പുതിയ പ്രോജക്റ്റ് വിജയകരമായി പൂർത്തിയാക്കുന്നു എന്ന് സങ്കൽപ്പിക്കുക. ഈ വിഷ്വലൈസേഷൻ നിങ്ങളുടെ ഉപബോധമനസ്സിനെ ധൈര്യമുള്ളവനാക്കി മാറ്റും. ശാരീരിക ഭാഷ മാറ്റുക. നമ്മുടെ ശരീരത്തിന്റെ നിൽപ്പ് മനസ്സിനെ സ്വാധീനിക്കും. പേടിച്ചിരിക്കുമ്പോൾ നമ്മൾ ശരീരം കൂട്ടിപ്പിടിച്ച് ഇരിക്കും. പകരം നെഞ്ചുവിരിച്ച് നേരെ നിൽക്കുക. ആത്മവിശ്വാസമുള്ളവരെ പോലെ നടക്കുകയും സംസാരിക്കുകയും ചെയ്യുക. ശരീരം ആത്മവിശ്വാസം പ്രകടിപ്പിക്കുമ്പോൾ മനസ്പതിയെ അത് ഏറ്റെടുക്കും. നിങ്ങളെ മറ്റുള്ളവരുമായി താരതമ്യം ചെയ്യുന്നത് നിർത്തുക. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങളും കഴിവും വ്യത്യസ്തമാണ്. സോഷ്യൽ മീഡിയയിലെ മറ്റുള്ളവരുടെ വിജയങ്ങൾ കണ്ട് എനിക്ക് ഇതൊന്നും ഇല്ലല്ലോ എന്ന് പേടിക്കേണ്ടതില്ല. നിങ്ങളുടെ ഏക മത്സരം ഇന്നലത്തെ നിങ്ങളോടായിരിക്കണം. ഓരോ ദിവസവും പഴയ നിങ്ങളെക്കാൾ 1% മികച്ചതാകാൻ ശ്രമിക്കുക. ശരിയായ സുഹൃത്തുക്കളെ കണ്ടെത്തുക. നിങ്ങളെ എപ്പോഴും തളർത്തുന്നവരോ നെഗറ്റീവ് സംസാരിക്കുന്നവരോ ആയ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക. പകരം നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന പോസിറ്റീവ് ചിന്തകളുള്ള ആളുകളുമായി സൗഹൃദം സ്ഥാപിക്കുക.
നല്ലൊരു സുഹൃത്തിന് നിങ്ങളുടെ പകുതി പേടി മാറ്റാൻ കഴിയും. ഒരു കാര്യം എന്നും ഓർത്തുവെക്കുക. കടലിലെ തിരമാലകൾ കണ്ടു പേടിച്ചിരുന്നാൽ ഒരിക്കലും വഞ്ചി തുഴയാൻ കഴിയില്ല. തിരമാലകൾ ഉണ്ടാകും, പക്ഷേ അത് മുറിച്ചു കടക്കാനുള്ള കരുത്ത് നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഭയം ഒരു തടസ്സമല്ല, അതൊരു സൂചനയാണ്. നിങ്ങൾ വളരാൻ തയ്യാറെടുക്കുന്നു എന്നതിന്റെ സൂചന. ധൈര്യമായി മുന്നോട്ടു പോവുക, ലോകം നിങ്ങളെ കാത്തിരിക്കുന്നു. ഓർക്കുക, ഭയം എന്നത് ഒരു വികാരം മാത്രമാണ്, അതൊരു സത്യമല്ല. ലോകത്ത് വലിയ കാര്യങ്ങൾ ചെയ്തവരൊക്കെ പേടിയുള്ളവർ തന്നെയായിരുന്നു. പക്ഷേ അവർ ആ പേടിയെ കൂട്ടുപിടിച്ച് മുന്നോട്ട് നടന്നു എന്നതാണ് വ്യത്യാസം. നിങ്ങൾക്ക് ഇതിനെ മറികടക്കാൻ സാധിക്കും. സ്വന്തം കഴിവിലും പരിശ്രമത്തിലും വിശ്വസിക്കുക. മാറ്റങ്ങൾ ഇന്നു മുതൽ തന്നെ തുടങ്ങട്ടെ.